ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 3 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ആൻസേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള കേട്ടിട്ടിറങ്ങുന്ന ആൻസർ കീ വന്ന് കഴിയുമ്പോഴേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. എന്നാലും നമുക്കൊന്ന് നോക്കിപ്പോവാം, ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ, നമ്മൾ ഏതൊക്കെ കറക്റ്റ് ആക്കി റോങ് ആക്കി എന്നൊരു ചെറിയൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് നോക്കിപ്പോവാം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, അഡോലസൻസ് ഇസ് എ പീരീഡ് ഓഫ് storm and stress which indicates എന്താണ് കാണിക്കുന്നത്, ചലഞ്ചസ് ആൻഡ് ടർമോയിൽ. അഡോലസൻസ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ചലഞ്ചും ടർമോയിൽ, സ്ട്രെസ് ആൻഡ് സ്റ്റോമിൻ്റെ വേറൊരു മീനിങ് ആണ്. സെലക്ട് ദ മോസ്റ്റ് സൂട്ടബിൾ മീനിങ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് അവർ അക്കാഡമിക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ അക്കാഡമിക് ഫംഗ്ഷനിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലം. ഇപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിങ് ഡിസബിലിറ്റി ആയിരുന്നു, പറഞ്ഞാൽ ആ കുട്ടി എഴുതില്ല എന്നില്ല. അപ്പോൾ നമുക്ക് അത് ഓപ്ഷനായിട്ട് എടുക്കാം. സെലക്ട് ദ മോസ്റ്റ് സൂട്ടബിൾ ഓപ്ഷൻ ടു ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടു മേക്ക് കമ്പാരിസൺ അമംഗ് സ്റ്റുഡൻസ് ആണ് കൊടുത്തേക്കുന്നത്. മേ ബി ഏരിയസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും നമുക്കത് സിയും അതിൻ്റെ ഒരു കറക്റ്റ് ആൻസറായിട്ട് വരും. പക്ഷേ അവിടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കിടക്കുന്നുണ്ട്. ഇനി അതാണോ സി വരുന്നതെന്ന് നമുക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ബിയിലോട്ട് പോകാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം? ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ള, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ ഗോൾസ്, അവരുടെ നീഡ്സ് ഒക്കെ കരുതുക, അതാണ് IEP ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, ടു കാറ്റർ ദ പേഴ്സണലൈസ്ഡ് ഗോൾസ്, സർവീസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. Now, fifth question, new information interferences with the recall of previous learned information is called. അപ്പം പഴയ എന്തോ പഠിച്ചു വെച്ച കാര്യത്തിന് പുതുതായിട്ടൊരു കാര്യം വരുമ്പോൾ അത് ഇൻ്റർഫെയർ ചെയ്യുന്നുവെങ്കിൽ അതിന് നമ്മൾ പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് പറയുന്നത്. ഹൈറ്റൻ സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ഇവാലുവേഷൻ ഓഫ് അഡോലസൻറ്റ് ഈസ് നോൺ ആസ് അഡോലസൻസിൻ്റെ പേര് സൊസൈറ്റി എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നല്ലോ എന്ന് പറയുന്നതിനാണ് ഇമാജിനറി ഓഡിയൻസ്. സത്യത്തെ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ അഡോലസൻസ് വിചാരിക്കുന്നതാണ് ഇവർ നമ്മളിങ്ങനെ ആണ് കരുതുന്നതെന്ന്. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് സൂട്ടബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. ഫീഡ്ബാക്ക് ഓൾവേസ് ഹിൻഡേഴ്സ് മോട്ടിവേഷൻ. ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രൈമറി കമ്പണൻറ്റ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എൻഹാൻസസ് പെർഫോമൻസ്. മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ എക്സ്റ്റേണലി. റീഎൻഫോഴ്സ്മെൻറ്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സിയും ഇയും കൊടുക്കാം. കാര്യം സിയിൽ പറയുന്നുണ്ട് മോട്ടിവേഷൻ എന്തായാലും പെർഫോമൻസ്, നല്ലൊരു നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ അത് നമ്മുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും. പിന്നെ ഈ എന്ന് പറയുന്നത് റീഎൻഫോഴ്സ്മെൻറ്റ്. ഉറപ്പായിട്ടും നമുക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിലും കാര്യം നമുക്കൊരു നല്ല കാര്യങ്ങൾ തരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നമുക്ക് കപ്പ് കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും, കപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഓടും, നേടിയെടുക്കും. അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് കറക്റ്റായിട്ട് തോന്നുന്നത്. എയിൽ ഫീഡ്ബാക്ക് ഹിൻഡർ ചെയ്യുക, ബ്ലോക്ക് ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫീഡ്ബാക്ക് ഒന്നും ഒരിക്കലും മോട്ടിവേഷനെ ബ്ലോക്ക് ചെയ്യത്തില്ല, ഒന്നുകൂടെ നമ്മൾ മോട്ടിവേറ്റ് ആക്കാനും സഹായിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ സി ക്രിയേറ്റിവിറ്റി ഈസ് പ്രൈമറി കമ്പണൻറ്റ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ പ്രൈമറി കമ്പണൻറ്റ് സി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വേറെ പല കമ്പണൻസും ഉണ്ട്, പ്രൈമറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സി ആൻഡ് ഡി കറക്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കാം. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ നമുക്കെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടില്ല. അപ്പോൾ ലേണിൻ്റെ കറണ്ട് ലെവൽ ഓഫ് എബിലിറ്റിയിലാണ് ഒരാൾ അങ്ങനെ നല്ലോണം അറിയാവുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു ലെവലിലോട്ട് അങ്ങോട്ട് സഞ്ചരിക്കുകയില്ല. നമുക്കറിയാമെങ്കിൽ നമ്മൾ തന്നെ ഒതുങ്ങി നിൽക്കും, വേറെ ആരോടും ചോദിക്കാൻ പോകില്ല. അപ്പോൾ എ അല്ല, ബി, ദ കണ്ടന്റ് ഈസ് ടു ഈസി ഫോർ ദ ലേണർ. വളരെ ഈസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരുടെ സഹായം വേണം, നമുക്കൊരു പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൻ്റെ ദൂരമൊന്നും കടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അതുമല്ല, ദ കണ്ടന്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. വളരെ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എത്താനേ സാധിക്കത്തില്ലായിരിക്കാം. അപ്പോൾ ഡി എന്ന് പറയുന്നത് യുണീക്കാണ്, അൺഫെമിലിയർ, എനിക്ക് അറിയാത്തതാണ്, എനിക്ക് പ്രത്യേകത. അപ്പോൾ അത് ഞാൻ ആരോട് ചോദിക്കും, MKയോട് ചോദിക്കും. മോർ നോളജബിൾ അതറിനോട് ചോദിച്ച് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വഴി പൊട്ടൻഷ്യൽ ലെവലിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് 8th ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് കരുതുന്നത്. 9th question, the term used for the process of restructuring or modifying existing block of knowledge to incorporate new information. അപ്പോൾ നമ്മുടെ പിയാഷയുടെ അക്കോമഡേഷനാണ് വരുന്നത്. നമ്മളെന്താ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് നോളജിനെ പുതുതായിട്ടൊരു നോളജ് വരുമ്പോൾ മോഡിഫൈ ചെയ്യുന്നുവെങ്കിൽ അത് അക്കോമഡേഷനാണ്. സെലക്ട് ദ ടേം ഫോർ പ്രൊവിഷൻ ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആസ് മെൻഷൻ ഇൻ PWD ആക്ട്. അപ്പോൾ PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് കൊടുക്കുന്ന ടെക്നോളജീനെ നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്നാണ് പറയുന്നത്. സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ജെറോം എസ് ബ്രൂണർ ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഇൻഫർമേഷൻ ഇൻ ടു മെൻറ്റൽ റിപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിന് എന്താണ് ഇൻഫർമേഷൻ നമ്മൾ മെൻറ്റൽ റിപ്രസെൻറ്റേഷൻ
ആക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ എൻകോഡിംഗ് എന്നാണ് പറയുന്നത്. Select the term used to describe the process that individual use to manage and adapt to challenges and stresses in life. അത് റിഗ്രഷനാണ്. നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, മുന്നോട്ട് പോകാത്ത രീതി ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതിനെ അങ്ങോട്ട് താഴോട്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്, റിഗ്രഷൻ എന്നാണ് പറയുന്നത്. വാട്ട് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ടീച്ചർ പോസസ് ഇൻ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ എന്താണ് ടീച്ചർ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റ് ചെയ്യേണ്ടത്? ടീച്ചർ സബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്തുകൂടാ. പിന്നെന്താണ്, കുട്ടിയുടെ ഇൻഡിവിജ്വൽ നീഡിനെ ഇഗ്നോർ ചെയ്തുകൂടാ. ആരെയും പ്രയോറിറ്റൈസ് അക്കാഡമിക്സ് മാത്രം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യരുത്. അപ്പം മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ്, ഫെയറും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ് ടീച്ചർ ചെയ്യേണ്ടത്. Select the brain region which is crucial for emotional processing that undergoes significant development during adolescence. അപ്പം അമിഗ്ഡാല, ബ്രെയിനിലെ അമിഗ്ഡാല റീജിയൻ ആണ് അഡോളസൻസിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഹൗ ക്യാൻ എ ടീച്ചർ ലീഡർ കുഡ് എൻഹാൻസ് പോസിറ്റീവ് കൾച്ചർ ഇൻ സ്റ്റുഡൻസ്. എന്താണ്, ടീച്ചർ ഒരു മോഡലായിട്ട് ടീച്ചർ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ബിഹേവിയറും കാണിക്കുമെങ്കിൽ ആ ടീച്ചറിന് കുട്ടികളോട് പറയുകയും ചെയ്യാം, കുട്ടികളത് ഫോളോ ചെയ്യുകയും ചെയ്യും. വിച്ച് ഈസ് ദ പ്രൈമറി അച്ചീവ്മെൻറ്റ് ഓഫ് സെൻസറി മോട്ടർ സ്റ്റേജ്? ഒബ്ജക്റ്റീവ് പെർമനൻസ് ആണ് പിയാഷെയുടെ സ്റ്റേജസ്, ഇൻ്റലക്ച്വൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ഡേവിഡ് ഒസബെൽ തിയറി, the process of connecting new information to existing cognitive structure. അപ്പോൾ ഒസബെൽ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മൾ പ്രീവിയസ് നോളജിനെ കണക്ട് ചെയ്യുന്നെങ്കിൽ സബ്സംഷൻ എന്നാണ് പറയുന്നത്. ഒസബെലിൻ്റെ തിയറിയും അത് തന്നെയാണ്, സബ്സംഷൻ തിയറി. In the theory of psychosocial development, the central conflict during the stage of industry versus inferiority, നമ്മുടെ അഡോളസൻസിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ആ സ്റ്റേജിൽ എന്താണ്, ആ കുട്ടി കോമ്പറ്റൻസും സ്കിൽസും മാസ്റ്റർ ചെയ്യുകയാണ്, സൊസൈറ്റി ആയിട്ടൊക്കെ നല്ലോണം മിങ്കിൾ ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണ്. ഓക്കെ. According to Gestalt psychologists, the concept of closure എന്ന് പറയുന്നത് നമ്മൾ Gestalt psychology എന്താണ്, ഒന്ന് ഫില്ലല്ലാതെ കിടക്കുന്നതാണ് ഫില്ലാക്കുക, ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്സ് ടു പെർസീവ് കംപ്ലീറ്റ് ഫോംസ്. Name the legal concept which hold that juvenile offenders should be treated differently from adult offenders due to their age and developmental stage. അപ്പം ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നത് CRPC ആണ് ഇവർക്കുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. According to Kohlberg theory, moral development is influenced by both cultural and environmental factors. Select the components of creativity suggested by Guilford. എന്തൊക്കെയാണ്, fluency, flexibility, originality. Okay. Select the organization which focuses on empowering persons with a disability through skill development and employment opportunity. അത് ഏതാണ്, നാഷണൽ ഏജൻസി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫോർ ദ ഡിസേബിൾഡ്. ഓക്കെ. Select the combination of statement that favorably affects positive teacher-student relationship. അപ്പം കുറേ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അവോയ്ഡ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്, മെയിൻറ്റെയിൻ ഡയറക്റ്റ് communication with students, don't interfere personal matters of students, encourage open communication and trust with the students, compare students with other students. അപ്പം നമുക്ക് എന്താണേലും ഒഴിവാക്കാം. അപ്പോൾ ഉള്ളതിൽ ബിയും ഡിയും ആണ് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു ഓപ്ഷനിലോട്ട് പോകാം. മെയിൻറ്റെയിൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ് ആൻഡ് എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് സ്റ്റുഡൻസ്. ബയോളജിക്കൽ മോഡൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഐഡിയ അസോസിയേറ്റഡ് വിത്ത് പിയാഷെയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ബയോളജിക്കൽ ഓരോ സ്റ്റേജ് വെച്ച് ഓരോ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. Select the factors from the below list that is typically associated with the increased vulnerability to substance abuse in students. അപ്പം ഏതൊക്കെയാണ് സബ്സ്റ്റൻസ് അബ്യൂസിന് ഒരു കാരണമായി മാറുന്നത്? ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽ, ഓക്കെ, പലതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട് ലൈഫിൽ. പിന്നെ പിയർ പ്രഷർ, ഡെഫിനറ്റ്ലി പിയർ പ്രഷർ. പിന്നെ സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അബ്യൂസിലോട്ടൊന്നും പോകാൻ വഴിയില്ല, അപ്പോൾ അതല്ല. ഡി, അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ്, അതെ, അക്കാഡമിക്സ് കൊണ്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ മേ ബി അബ്യൂസിലോട്ടൊക്കെ പോകാം. സ്ട്രോങ് ഫാമിലി സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കുട്ടി പോകാൻ ചാൻസസ് ഇല്ല എന്ന് തന്നെയാണ്. അപ്പം ഏതാണ് ഓപ്ഷൻ ഇ വരില്ല, സി വരില്ല. അപ്പോൾ ഓപ്ഷൻ എയും ഇയും ഓപ്ഷൻ സിയും ഇയും ഇല്ലാത്തത് നമ്മുടെ എ ബി ഡി
ആർ കറക്റ്റ്. ഓപ്ഷൻ ബി, എ, ബി, ഡി ആർ കറക്റ്റ്. അത് 3 വഴിയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടാകാൻ ചാൻസ്. വാട്ട് ഈസ് ദ കീ ഗോൾ ഇൻ സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്? എന്താണ്? എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. അവർ ഹാപ്പി ആയിരിക്കണം എല്ലാ രീതിയിലും, അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ടീച്ചർ ഈസ് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ മീൻസ് എന്താണ്? എ ടീച്ചർ ഹു ഇസ് ക്രിട്ടിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ടീച്ചിങ്. അപ്പോൾ അവനവനെ തന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ, റിഫ്ലക്ഷൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്ന് വെച്ചാൽ അവരെ തന്നെ എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സെലക്ട് ദ ടേം ഫോർ അൺലോഫുൾ ബിഹേവിയർ ബൈ മൈനേഴ്സ്, യൂഷ്വലി ദോസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 10 and 17. അപ്പോൾ 10 and 17 ഏജിനിടയിൽ അൺലോഫുൾ ബിഹേവിയർ ചെയ്യുന്ന മൈനേഴ്സിന് നമ്മൾ ജുവനിയൽ ഡെലിക്വൻസി എന്നാണ് പറയുന്നത്. ജോൺ ഈസ് വെരി എഫിഷ്യൻറ്റ് ഇൻ ഫൈൻഡിങ് ഡയറക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രാഫിക് റൂട്ട്സ്. അക്കോർഡിംഗ് ടു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, വാട്ട് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ജോൺ പോസസ്? ജോൺ എന്നുള്ളത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ അതാണ് ഏറ്റവും കറക്റ്റ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സ്പൈറൽ കരിക്കുലം. അപ്പോൾ എന്താണ് സ്പൈറൽ കരിക്കുലത്തിൽ സിമ്പിളിൽ നിന്ന് ഡിഫിക്കൽട്ടിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്താണ്? ഈ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, ഓരോ ക്ലാസ് കഴിയുമ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കും. ഓപ്ഷൻ സി ആണ് പ്രൊവൈഡ് ടോപ്പിക് അറ്റ് ഇൻ ആൻഡ് ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. 32. സെലക്ട് ദ മോസ്റ്റ് സൂട്ടബിൾ കോമ്പിനേഷൻ റിലേറ്റഡ് ടു ICT ഫ്രം ദ ബിലോ. ICT ക്യാൻ ഹെൽപ്പ് ഇൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അത് ശരിയാണ്. ICT വിൽ ഹിൻഡർ ദ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ്. അങ്ങനൊന്നുമില്ല. ICT വിൽ ഡിസ്ട്രോയ് ദ ക്രിയേറ്റിവിറ്റി അമോങ് സ്റ്റുഡൻസ്. ഇല്ല. ICT വിൽ പ്രൊവൈഡ് റിയൽ ടൈം ഇൻറ്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ. റിയൽ ടൈം ഇൻറ്ററാക്ഷൻ അത്ര പോസിബിൾ അല്ല. സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ AD ഉണ്ട്. അപ്പം ICT ക്യാൻ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഉള്ളതിൽ ADE ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. പ്രീവിയസ്ലി കണ്ടീഷൻഡ് റെസ്പോൺസസ് ഡിക്രീസസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇവൻച്വലി ഡിസപ്പിയേഴ്സ്. ഇറ്റ് ഈസ് നോൺ ആസ്. അതിനെ എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, പക്ഷെ നമ്മൾ മൊത്തത്തിൽ ചെറുതായിട്ട് മറക്കുന്നു, പിന്നെ മറന്നേ പോയെങ്കിൽ അതിനെ എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. പ്രൊവൈഡിങ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അതർ ദാൻ റെഗുലർ ക്ലാസ് റൂം ആക്ടിവിറ്റി ഈസ് നോൺ ആസ് എൻറിച്ച്മെൻറ്റ്. എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റി എന്നാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് നമ്മൾ റെഗുലർ ക്ലാസ് കൂടാതെ പിന്നെയും കൊടുക്കുന്നതിന് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 34ൻ്റെ ആൻസർ സി, എൻറിച്ച്മെൻ്റ് ആണ്. During adolescence, students may see greater independence leading to the challenges in authority. As teacher, what is helpful approach for managing this behavior in the classroom? അപ്പോൾ എന്ത് വേണം? അഡോലസൻസിൽ കുറേ പ്രോബ്ലംസ് കാണും. അപ്പോൾ ഈ ഓപ്ഷനിൽ എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോഷിയേഷൻ. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർ പറയാനും ഒക്കെ ഉള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. The primary purpose of defense mechanism is എന്താണ്? ടു എൻഹാൻസ് ഇമോഷണൽ എക്സ്പ്രഷൻ. നമുക്ക് നമ്മുടെ ഇമോഷനെ കുറിച്ചൊരു ബോധം ഉണ്ടാകും. അതാണ് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പർപ്പസ്. അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്, അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് മേ ലീഡ് ടു ഫിക്സേഷൻ ഉണ്ടാകും. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഫിക്സേഷൻ ഉണ്ടാകും. ഹൗ മെനി ഫോക്കസ് ഏരിയാസ് ആർ ദെയർ ഇൻ KCF 2023? 26 ഫോക്കസ് ഏരിയാസ് ആണ് KCF 2023 According to Persons with a Disability Act, what percentage of reservation is typically provided for person with a disability in education institution? 5% seats PW seats ആണ് education institution. Select the term that describes the process through which adolescents develop a sense of identity by exploring various roles and possibilities. അതിന് നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്നാണ് പറയുന്നത്. അവർ എക്സ്പ്ലോർ ചെയ്യണം, അവരൊരു നല്ല ഏത് റോൾ എടുക്കണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആൻസേഴ്സിൽ മേ ബി തെറ്റുകൾ കാണാം. നമ്മുടെ ആൻസർ കീ വരണം, അവിടെയും വീണ്ടും റെക്ടിഫൈഡ് ആൻസർ കീ ഒക്കെ വരും. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതും കൺഫേം ചെയ്ത് ഏതെങ്കിലും തെറ്റിപ്പോയെന്ന് ഓർത്ത് വലിയ വിഷമിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് നോക്കാം. എന്നാലും ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ, ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.